ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ ഡ്രാഗൺ ബോൾ സൂപ്പറിൽ മെയിൻ വില്ലനായിട്ട് വന്ന ഗോക്കു ബ്ലാക്കിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആരാണ് ഗോക്കു ബ്ലാക്ക്, ഗോക്കു ബ്ലാക്കിന്റെ ലക്ഷ്യം എന്താണ്, അതുപോലെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. പല ആൾക്കാർക്കും ഫ്രീസ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്രീസയേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വില്ലൻ ക്യാരക്ടർ ആയിരിക്കും ഗോക്കു ബ്ലാക്ക്. പുള്ളിക്കാരൻ അത്രയധികം പവർഫുൾ ആണ്, ഇമ്മോർട്ടൽ ആണ് എന്ന രീതിയിലൊക്കെയാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്നാൽ ഈ രീതിയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഗോക്കു ബ്ലാക്കിനെ കുറിച്ച് കുറച്ച് നെഗറ്റീവായിട്ടും പറയാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഡ്രാഗൺ ബോൾ സിയിൽ നമുക്ക് ഒരുപാടധികം വില്ലന്മാരെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫ്രീസ, സെൽ, ബൂ. അതിനുശേഷം ഡ്രാഗൺ ബോൾ സൂപ്പർ എത്തിയപ്പോൾ പ്രത്യേകിച്ച് പറയാൻ മാത്രമായിട്ട് അങ്ങനെ ഒരു വില്ലനെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഡ്രാഗൺ ബോൾ സൂപ്പറിൽ ആകെ പറയാനായിട്ടുള്ള ഒരു വില്ലൻ എന്ന് പറയുന്നത് ഗോക്കു ബ്ലാക്ക് ആണ്. നമ്മുടെ ഡ്രാഗൺ ബോൾ യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 10ാമത്തെ യൂണിവേഴ്സിന്റെ സുപ്രീം ഗായിയാണ് ഗോവാസു. ഈ ഒരു ഗോവാസു ആണെങ്കിൽ അടുത്ത സുപ്രീം ഗായിയായി മാറാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സമസൂനെയാണ്. എന്നാൽ ഈ ഒരു സമസൂന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർട്ടൽസിനെ തീരെ ഇഷ്ടമല്ല, അത്രയധികം വെറുപ്പാണ്. ഈ ഒരു സുപ്രീം ഗായ്സിന്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർട്ടൽസിനെ സംരക്ഷിക്കുകയും യൂണിവേഴ്സിന് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ സംരക്ഷിക്കലുമാണ് ഇവരുടെ പണി. എന്നാൽ ഈ ഒരു സുപ്രീം ഗായ്സിന് മോർട്ടൽസിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ മോർട്ടൽസിനെ റൂൾ ചെയ്യാനോ ഇവർക്ക് അധികാരമില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മോർട്ടൽസ് എന്ന് പറയുന്നത് ഇവിടെ ഹ്യൂമൻസും മറ്റു ജീവജാലങ്ങളൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മോർട്ടൽസ് കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എന്നിട്ട് അവസാനം യൂണിവേഴ്സിന് ഒരു പണി കിട്ടുന്ന സമയത്ത് അതൊക്കെ നോക്കി നടത്തേണ്ടത് നമ്മുടെ സുപ്രീം ഗൈസ്. എന്നാൽ മോർട്ടൽസിന്റെ അടുത്ത് പോയി അവരെ തിരുത്താനോ എന്നാൽ അവരെ റൂൾ ചെയ്യാനോ ഇവർക്ക് അധികാരമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം ഈ സുപ്രീം ഗൈസ് തന്നെ പണി കിട്ടും. ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് നമ്മുടെ സമസൂന് മോർട്ടൽസിനോട് അത്രയധികം വെറുപ്പ് വന്നത്. പിന്നീട് അങ്ങനെ സമസൂന് മനസ്സിലായി ഈ ഒരു യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മോർട്ടൽസ് ആണ്. ഈ ഒരു മോർട്ടൽസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ യൂണിവേഴ്സ് മുഴുവനായും സമാധാനത്തിലാകും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് സമസു കരുതിയിരുന്നത്. അങ്ങനെയാണ് നമ്മുടെ സമസു ഗോവാസുവിനെ ഡിഫീറ്റ് ചെയ്ത് ടൈം റിംഗും എടുത്ത് നമ്മുടെ സൂപ്പർ ഡ്രാഗൺ ബോൾ വെച്ച് ഗോകുവിന്റെ ബോഡിയും തന്റെ ബോഡിയും തമ്മിൽ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഗോകുവിന്റെ ബോഡിയിൽ മാറിയ സമസു ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ബ്ലാക്ക് ഗോക്കു അല്ലെങ്കിൽ ഗോക്കു ബ്ലാക്ക്. കാണാൻ ഗോക്കു ആണെങ്കിലും ഇത് ശരിക്കും സമസു ആണ്. ഇനി നമുക്ക് സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബീറൂസ് സമസുവിനെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെയും സമാസു വരുന്നു, ഇവർ തമ്മിൽ ഫ്യൂഷൻ ആകുന്നു, തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും. എന്നാൽ ഇതിന്റെയൊക്കെ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് ടൈം ലൈൻ ആണ്. അതായത് ഇവർ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ടൈം ലൈനെ കുറിച്ച് പറയുന്നില്ല. ഒന്നാമത് ഇതിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ ടൈം ലൈനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നും മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ ടൈം ലൈനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് ഗോക്കു ബ്ലാക്കിന്റെ മാത്രമല്ല നമ്മുടെ സെൽസാക്കി എടുത്തു കഴിഞ്ഞാലും അതിലും ടൈം ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആരാണ് ഗോക്കു ബ്ലാക്ക് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഗോക്കു ബ്ലാക്കിന്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഒരു നോർമൽ സെയ്യന് എന്തൊക്കെ പവേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മുടെ ഗോക്കു ബ്ലാക്കിന് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഗോക്കു ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു സെയ്യന്റെ ബോഡിയും അതുപോലെ തന്നെ നമ്മുടെ സമസു എന്ന് പറയുന്നത് ഒരു സുപ്രീം ഗായിയാണ്. അങ്ങനെ ഗോക്കുവിന്റെ ബോഡിയും ഈ ഒരു പവേഴ്സ് ഒക്കെ വെച്ചാണ് ഈ ഒരു ഗോക്കു ബ്ലാക്ക് അത്രയധികം ഓവർ പവർഡ് ആകുന്നത്. അതുപോലെ ഈ ഒരു ഗോക്കു ബ്ലാക്കിന്റെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ സൂപ്പർ സെയിൻ റോസ് എന്നാണ് പറയുന്നത്. ഗോക്കു ബ്ലാക്കിന്റെ മുടിയും ആ ഒരു ഓറയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിങ്ക് അല്ലെങ്കിൽ ഒരു റോസ് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഗോക്കു ബ്ലാക്കിന് സൂപ്പർ സെയിൻ ട്രാൻസ്ഫോർമേഷൻ മാറാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറാൻ കഴിയും. നമുക്ക് സീരീസിൽ ഗോക്കു ബ്ലാക്ക് സൂപ്പർ സെയിൻ ട്രാൻസ്ഫോർമേഷൻ മാറുന്നതൊന്നും കാണിച്ചു തന്നിട്ടില്ലെങ്കിലും മാംഗയിൽ ഗോക്കു ബ്ലാക്ക് സൂപ്പർ സെയിനിൽ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഗോക്കു ബ്ലാക്കിന് സൂപ്പർ സെയിൻ 2 അല്ലെങ്കിൽ സൂപ്പർ സെയിൻ 3ലേക്കൊക്കെ മാറാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഗോക്കു ബ്ലാക്കിന് കയോക്കിനും അതുപോലെ സ്പിരിറ്റ് ബോംബ് പോലുള്ള ടെക്നിക് ഒന്നും യൂസ് ചെയ്യാനും സാധിക്കില്ല. ഈ ഒരു ടെക്നിക്കൊക്കെ ബോഡിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവുന്നതല്ല, അത് പഠിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോക്കു ബ്ലാക്ക് കാമെഹാമെഹയും ആ ഒരു എനർജി ബോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് അല്ലെങ്കിൽ യെല്ലോ ടോണിലൊക്കെയാണ് കാണിച്ചു തന്നത്. ഇത് പ്രധാനമായിട്ടും ആ ഒരു ഈവിൾ സൈഡ് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു എനർജി ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ബ്ലാക്കിൽ അങ്ങനെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സീരീസിൽ കണ്ടിട്ടുണ്ടാവും ഗോക്കു ബ്ലാക്കിന് തന്റെ കയ്യിൽ വെപ്പൺ പോലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് തന്റെ എനർജി വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇത് ഗോക്കു ബ്ലാക്കിന് മാത്രമല്ല, പിന്നീട് നമ്മുടെ ഗോക്കുവും വെജിറ്റയും ഫ്യൂഷനായി വെജിറ്റോ ആയി മാറിയ സമയത്തും വെജിറ്റോയും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഗോക്കു ബ്ലാക്ക് ഈ ഒരു വെപ്പൺ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ തുടക്കത്തിൽ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഇതിന് ഒരു അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറയുന്നത് പോലെ തന്റെ ആ ഒരു എനർജി വെച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വലിയ വാള് പോലുള്ള ഒരു സംഭവം നമ്മുടെ ഗോക്കു ബ്ലാക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് പല വിഷയങ്ങളും നമ്മുടെ ഗോക്കു ബ്ലാക്കിന് ചെയ്യാനും സാധിക്കും. ഗോക്കു ബ്ലാക്ക് ആ ഒരു വെപ്പൺ വെച്ച് ഒരു പോർട്ടൽ അല്ലെങ്കിൽ ഒരു ഡൈമെൻഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു പോർട്ടലിൽ നിന്നും ഒരുപാട് ക്ലോൺസിനെയും കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഗോക്കു ബ്ലാക്ക് എത്രയധികം ഓവർ പവർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതുപോലെ നമ്മുടെ സയൻസിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സയൻസ് എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇതുപോലെ തന്നെ നമ്മുടെ ഗോകു ബ്ലാക്കും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് താൻ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ സയൻസിന് എന്തൊക്കെ കഴിയുമോ അതിന്റെ നെക്സ്റ്റ് ലെവലിൽ ഗോകു ബ്ലാക്കിന് ആ ഒരു പവേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ റീജനറേഷൻ, ഹീലിംഗ് എബിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഗോകു ബ്ലാക്കിന് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോകു ബ്ലാക്കിനെ മറ്റു വില്ലൻസിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോൾ ഡ്രാഗൺ ബോൾ Z തൊട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വില്ലന്മാരൊക്കെ വരുന്ന സമയത്ത് ഒന്നിക്കൽ നമ്മുടെ ഗോകു അല്ലെങ്കിൽ വെജീറ്റ, ഗോഹാൻ ഇവരൊക്കെയാണ് ഡിഫീറ്റ് ചെയ്യാറ്. എന്നാൽ നമ്മുടെ ഗോകു ബ്ലാക്ക് ആയിട്ടുള്ള വില്ലനെ കംപ്ലീറ്റ് ആയിട്ട് ഡിഫീറ്റ് ചെയ്തത് നമ്മുടെ സെനോ ആണ്. അതായത് ഗോകു ബ്ലാക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ സെനോ തന്നെ വേണ്ടി വന്നു. സെനോ അവിടെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഗോകുവും വെജീറ്റയും ഫ്യൂച്ചർ ട്രങ്ക്സും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇതിൽ കൂടുതൽ ഞാൻ ഗോകു ബ്ലാക്കിന്റെ പവേഴ്സും കാര്യങ്ങളും ഇവിടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒരു ഗോകു ബ്ലാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ ഒരു ഗോകു ബ്ലാക്ക് എന്ന വില്ലൻ അത്യാവശ്യം ഓവർ പവർഡ് ആയിട്ടും ആ ഒരു മോർട്ടൽസിനോടുള്ള വെറുപ്പും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കാണിച്ചത്. പുള്ളിക്കാരൻ ഒരു വില്ലനായിട്ട് മാറാനുള്ള ഒരു പ്രോപ്പർ റീസണും ഇവിടെ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു സമസു നമ്മുടെ ഗോവാസുവിനെ ഡിഫീറ്റ് ചെയ്യുന്നു, അതിനുശേഷം ടൈം റിംഗ് എടുക്കുന്നു. അതും കൂടാതെ ഈ ഒരു സൂപ്പർ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു യൂണിവേഴ്സിന് ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, അതുപോലെ ഏഞ്ചൽ ഉണ്ട്. ഇവരെയൊക്കെ റൂൾ ചെയ്യുന്ന ഗ്രാൻഡ് പ്രീസ്റ്റ് അടക്കമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അവർ ഒരു രീതിയിലുള്ള ആക്ഷനും എടുത്തില്ല? ഞാൻ ഒരു തവണ കൂടി പറയാം. അതായത് ഇപ്പോൾ ഒരു മോർട്ടൽ, അതായത് നമ്മുടെ ബൂവിനെ തന്നെ എടുക്കാം. നമ്മുടെ കിഡ് ബൂ വന്ന് യൂണിവേഴ്സിന് തന്നെ ഒരു ഭീഷണിയായി ഒരു വില്ലനായി മാറുന്ന സമയത്ത് ഈ ഒരു കിഡ് ബൂ എന്ന് പറയുന്നത് മോർട്ടൽ അല്ലേ? അപ്പോൾ മോർട്ടൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി അവിടെ കറക്റ്റ് ടൈമിൽ സുപ്രീം ഗായി വന്നു. എന്നാൽ ഒരു സുപ്രീം ഗായി ആകാനിരിക്കുന്ന ഒരാൾ, അതായത് നമ്മുടെ സമസു എന്ന് പറയുന്നത് സുപ്രീം ഗായി ആകാനിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒരു ഡിവൈൻ ക്രീച്ചർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സുപ്രീം ഗായി, അപ്പോൾ ഈ ഒരു മോർട്ടലും അതുപോലെ തന്നെ യൂണിവേഴ്സിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഈ ഒരു സുപ്രീം ഗായി ഒരു വില്ലനായി മാറിക്കഴിഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഏഞ്ചൽസും അതുപോലെ തന്നെ ഗ്രാൻഡ് പ്രീസ്റ്റും തുടങ്ങിയ ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ ഒരു യൂണിവേഴ്സ് മുഴുവനായും ഇല്ലാതാക്കി ഒരുപാട് ടൈം ലൈനിലേക്ക് പോയി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഗ്രാൻഡ് പ്രീസ്റ്റ് പോലുള്ള ആൾക്കാർ ഇതിന് ആക്ഷൻ എടുത്തില്ല എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇത് എനിക്ക് മാത്രം തോന്നിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപക്ഷെ തോന്നും ഈ ഒരു ഗോകു ബ്ലാക്കിന്റെ വീഡിയോ വളരെ ചെറുതായി പോയി എന്ന്. അതിന്റെ പ്രധാന എന്ന് പറയുന്നത് ഗോകു ബ്ലാക്കിനെ കുറിച്ച് മുഴുവനായും പറയുന്ന സമയത്ത് ഗോകു ബ്ലാക്കിന്റെ ടൈം ലൈനെ കുറിച്ച് നിങ്ങൾ ആദ്യം അറിയണം. അത് കൂടാതെ ഈ ഒരു ഡ്രാഗൺ ബോൾ സൂപ്പർ ഫ്യൂച്ചർ ട്രങ്ക് സാഗയുടെ ഈ ഒരു മാങ്ക എക്സ്പ്ലനേഷൻ ചെയ്താലോ എന്നും ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഗോകു ബ്ലാക്കിന്റെ ആർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാങ്കയും സീരീസും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ആനിമയേക്കാൾ മാങ്കയാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചതെന്നാണ്. നമ്മുടെ ഗോകു ബ്ലാക്ക് സൂപ്പർ സൈനിൽ മാറും, അതുപോലെ പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മാങ്ക ആർക്ക് ഈ ഒരു ചാനൽ നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാം. ഈ ഒരു ഗോകു ബ്ലാക്ക് ആരാണെന്ന് അറിയാത്തവർക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഗോകു ബ്ലാക്കിന്റെ ടൈം ലൈനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.